ലോറി ഈ ഒരു കേവ് എടുക്കണമൊക്കെ നമ്മളിവിടെ നിന്ന് വളഞ്ഞു വരട്ടെ. ലാലുബയ്യൻ്റെ ലോറിയാണ് ബാക്കിൽ വളഞ്ഞിതായത് ഇങ്ങനെ കയറ്റണം. ഭയങ്കര റിസ്കി റോഡാകട്ടെ. അതൊക്കെ ഇവിടെയൊക്കെ പക്ക പൊടിയാണ്. ഇതൊക്കെ ഈ ഒരു ഡേഞ്ചർ ഏരിയ ഉണ്ടത്. ഇവിടെ നിന്നൊക്കെ മണ്ണ് ഇടിഞ്ഞ് വീഴും. മണ്ണിടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അറിയാലോ, ഒന്നും പറയാനില്ല. നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്ത സ്ഥലത്ത് കൂടെ കേട്ടോ പാവാണ് ഈ ലോറി ഡ്രൈവേഴ്സൊക്കെ പോകുന്നത്. ഗുഡ് മോർണിംഗ്. അങ്ങനെ രണ്ടാമത്തെ ദിവസം ലോറിയിലിട്ടോ. വേറൊന്നുമല്ല, ഇന്നലെ ഇവിടെ ആയിരുന്നു നമ്മൾ ഉറങ്ങിയത്. ഡിന്നറൊന്നും നമ്മൾ സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ ബാക്കിൽ നമ്മളെ ലാലുബയ്യൻ്റെ ലോറി ചെറുതായിട്ടൊന്ന് ടയറിന് പണിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലം എങ്ങനെ ഉണ്ട്? ബ്യൂട്ടിഫുൾ അല്ലേ? നമ്മളിതാ ആ ഒരു എൻഡിൽ നിന്ന് ബ്ലോക്കായി തുടങ്ങിയതാട്ടോ. ഇങ്ങനെ പതുക്കെ 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 വന്ന് ഇതാ ഇപ്പോൾ ഇവിടെ എത്തി. ഭയങ്കര ബ്ലോക്കാണ്. ഇതൊക്കെ താഴെ നല്ല നീല കളറിലെ വെള്ളമുണ്ട്. ബൈ ബൈ പോലോ. ഇത് നോക്ക്, ഇവിടെ ചിക്കൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ മുളക്, ഉള്ളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി, തക്കാളി ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ച് കണ്ടോ. ഇവരിത് ചെക്ക് ചെയ്ത് വലിച്ചിട്ട് പോകും. എൻ്റെ വീണ്ടും ഇത് ഇവരെന്നെ കെട്ടാനുണ്ടോ? ഇതാണ് അവസ്ഥ. അങ്ങനെ നോക്ക്, ഒരു കൈ ഗിയർമേലും ഒരു കൈ സ്റ്റെയറിംഗ് നമുക്ക് വളക്കുന്നുണ്ടാവും. ലോറിക്കാർ കുളിക്കുന്നൊക്കെ നമ്മൾ ലാലുബയ്യുണ്ട്. പിന്നെ അതേപോലെ തന്നെ മൂപ്പര് തല മാത്രം സോപ്പ് വെച്ച് കുളിക്കുക കേട്ടോ. ഇതെന്താ സംഗതി മനസ്സിലായോ? പയ്യ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നമ്മളിങ്ങനെ കയറാൻ തുടങ്ങിയിട്ടോ. ഇതേപോലെ പോലീസുകാർ നിൽക്കുന്ന ഏരിയകളുണ്ടാവും. ലോറിക്കാരെ കഷ്ടപ്പാടെന്ന് വെച്ചാൽ കഷ്ടപ്പാട്. ഇവർക്ക് കൈക്കൂലി കൊടുക്കണം. കൈക്കൂലി കൊടുത്തിതാ ഈ കയറ്റം ഇങ്ങനെ കയറ്റി ശിൽച്ചർ പോവാണ്. പല ലോറികളുടെ അവസ്ഥ കേട്ടോ. സൈക്കിൾ മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. ലാലുബയ്യും ഇത് രണ്ടാളും കൂടി കഷ്ടപ്പെട്ട് കയറ്റണ്ടേ. നമ്മൾ പോകുന്ന റോഡ് നോക്കിയേ, ഒരു സൈഡൊക്കെ നല്ല ഇങ്ങനെ മലകളുണ്ടോ, മരങ്ങൾ നിൽക്കണമൊക്കെ. നമ്മളിപ്പോൾ അരി വെള്ളത്തിലിട്ടാണ്ട് കഴുകിയാണ്ട് മൂപ്പരിതാ ബയ്യ ഇതിലും വെച്ചാണ്ട് ചൂടാക്കാൻ ഉണ്ടോ. ടിക്കറ്റ് ബോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്തായാലും എന്താ ഇവിടെ തന്നെ ഇങ്ങനെ പെട്ട് കിടക്കണ്ടോ. ഞാനിപ്പോൾ ഇത് ഇന്നലെ സ്റ്റേ ചെയ്ത ഈ ഒരു പമ്പിലാണ്, HP-യിലാണ്. ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ചു, സൈക്കിൾ ഇവിടെ വെച്ചാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയും ഞാൻ എന്തെങ്കിലും വണ്ടി എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. 2 ആസാമി വണ്ടി എനിക്ക് കിട്ടിയിരുന്നു കേട്ടോ, രജിസ്ട്രേഷൻ ചെയ്ത. പക്ഷേ അവരാരും പിന്നീട് കാലം മാറി, എന്നെ കൊണ്ടുപോകാൻ അവർ റെഡിയല്ല. ഷിൽച്ചറിൽ നിന്ന് അവർ പറഞ്ഞാൽ ആദ്യം ഷിൽച്ചർ പോവാണെന്ന് പറഞ്ഞു. പിന്നീട് അത് മാറ്റി ഷില്ലോങ് ആയി. അതുകൊണ്ട് മൊത്തത്തിൽ ഇവിടെ ഞാൻ പെട്ടെടുക്കുകയാണ്. ഇനിയിപ്പോൾ വണ്ടി കിട്ടിക്കഴിഞ്ഞാലാണ് എനിക്ക് ഷിൽച്ചറിലേക്ക് എത്താൻ പറ്റും. ഞാൻ ഇന്നലെ ഇവിടെ നിന്ന സമയത്ത് എന്നെ പൊന്നുപോലെ നോക്കിയ കുറച്ച് ആളുകളുണ്ട് കേട്ടോ, ബീഹാരികളാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഹായ്. പിന്നെ അതേപോലെ മൂപ്പരുണ്ട് സൈക്കിൾ വെക്കണം. പിന്നെ ഞാൻ കുറച്ച് ആളുകളെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു കേട്ടോ. ഹായ്, താങ്ക് യു. പിന്നെ മൂപ്പര് എനിക്ക് മെഡിസിനൊക്കെ തന്നിരുന്നു കേട്ടോ. ഞാൻ വന്ന സമയത്തിന് എനിക്ക് മെഡിസിൻ തന്നു. അപ്പോൾ ഓക്കെ ആയി. നല്ല നിലയ്ക്ക് കെയർ ചെയ്തൊരു വ്യക്തിയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നെ മൂപ്പരിൻ്റെ ഫോണൊക്കെ ചാർജ് ചെയ്തെന്ന് എല്ലാം കൊണ്ട് ഇവരെല്ലാവരും ഓക്കെ ആയിരുന്നു. അപ്പോൾ अभी जाना है बरापानी से, कोई बस मिला तो है ना वो पकड़ के शिलचर जाना है. ഞാൻ തിരിച്ച് ബറാപ്പാനിയിലേക്ക് തന്നെ പോകണേ. അവിടുന്ന് ബസ് കിട്ടുമോ നോക്കട്ടെ കേട്ടോ. ഇന്നലെ ബസ് മിസ്സായ പോലെ ഇത് മിസ്സാവണമെന്നുണ്ടെങ്കിൽ ഒന്നും പറയല്ല. പിന്നെ ഞാൻ പോകുന്ന വഴിക്കതാ ഇപ്പോൾ ഒരു ട്രക്ക് ഡ്രൈവേഴ്സിനെ പരിചയപ്പെട്ടിരുന്നു. അവരുടെ ട്രക്കിൻ്റെ ടയറെന്തോ പഞ്ചറായതോ പൊട്ടിയതെന്തോ ആണ്. അപ്പോൾ അവരോടൊന്ന് ചോദിച്ചു നോക്കി, പക്ഷേ അവരൊന്നും ഓക്കെ അല്ല കേട്ടോ. ഈ ഒരു സ്ഥലം ഓർമ്മയുണ്ടോ? ഇന്നലെ നമ്മൾ ഇവിടെ നിന്നാണ് ബസ് കയറാൻ, പക്ഷേ ബസ് നമുക്ക് മിസ്സായി. അവർ മിസ്സായി മീൻസ് നമ്മളെ കയറ്റില്ല, അവർ പോയി. ഇപ്പോൾ ഇനി 9:30 ഒരു ബസ് ഉണ്ട്. ഞാൻ കിട്ടുമോ നോക്കട്ടെ. ഞാൻ മൂപ്പരെ ഇന്നലെ നിങ്ങൾ കണ്ടില്ലേനാ, മൂപ്പര് ഇന്നലെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തോട്ടെ. ഞാനിവിടെ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് മൂപ്പര് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ മൂപ്പര് ഇവിടെ തമിഴ്നാട് വർക്ക് ചെയ്താണ്. നൈസ്റ്റ് വീഡിയോ. തമിഴ്നാട് 5 വർഷം ഉണ്ടായിരുന്നു. കേരള അഞ്ചാ. പിന്നെ മൂപ്പര് 2 നേപ്പാളിലാണ്. മൂപ്പര് ജനിച്ചത് ഇവിടെയാണ്. പിന്നെ ഹായ്, ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി ബസ് വന്നാൽ എന്നെ കയറ്റി വിട്ട് തന്നാൽ മതി. ഞാനങ്ങനെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഏകദേശം ഒരു ദിവസമായിട്ട് അവസാനം ഫൈനലി ഒരു ബയ്യ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഫ്രം ആസാം. ആസാമിലെ ആളുകളായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ये बोला ना इधर का लोग हेल्प नहीं करेगा. ഈ ഒരു ബയ്യ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. ഞാനതാ ഇനി ഇവരെ കൂടെ ഒരു 500 മീറ്റർ അവിടെ പോകണം കേട്ടോ. എന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് നേരെ ഇവരെ കൂടെ ജോയിൻ ചെയ്യണം. ഓക്കെ, താങ്ക് യു. മേ ആയേഗ. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഫൈനലി ഇതാ ഈ ഒരു ലോറിയിലാണ് ഇനി നമ്മളെ ഷിൽച്ചർ ലക്ഷ്യമാക്കി പോകുന്നത്.
അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ബദ്രപൂർ ഇറങ്ങും. ബദ്രപൂർ ഇറങ്ങിയിട്ട് വീണ്ടും നമുക്ക് ഫ്ലാറ്റ് റോഡ് കിട്ടും. എന്ന് വെച്ചാൽ ആസാം കിട്ടും. ആസാമിൽ നിന്ന് നമുക്ക് ത്രിപുര ബോർഡർ പിടിച്ചിട്ട് പോകണം. അപ്പോൾ ബുഡു എന്ന് പറഞ്ഞ പയ്യുണ്ട് നമ്മളെ കൂടെയല്ലേ ഡ്രൈവറായിട്ട്, വേറെ ക്ലീനർ ആരുമില്ല. അപ്പോൾ ഞാനും മൂപ്പരെ ഹെൽപ്പ് ചെയ്യാണ്. മൂപ്പരിപ്പോൾ അതായത് വാഷ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ചെറിയ ചാവൽ ഉണ്ടാക്കണം, എന്നിട്ട് അത് കഴിക്കാനുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ആൾക്ക്. മൂപ്പര് നല്ല സപ്പോർട്ടുണ്ട്. ബീഹാറിലുള്ള ആളുകളാണ്. ശരിക്കും പറഞ്ഞാൽ എന്നെ ഈ ഒരു നോർത്ത് ഈസ്റ്റ് സൈക്കിൾ റൈഡിൽ ഹെൽപ്പ് ചെയ്ത ആളുകളില്ല. നോർത്ത് ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ആസാമിലെയും ബീഹാറിലെയും ആളുകളാണ്. നമ്മളിപ്പോൾ അരി വെള്ളത്തിലിട്ടാണ്ട് കഴുകിയാണ്ട് മൂപ്പര് ഇതാ ഭയ്യ ഇതിലും വെച്ചാണ്ട് ചൂടൊക്കെ ഉണ്ടോ, അതാണ് ഭയ്യ. അപ്പോൾ ഇതാ അടുപ്പ് സെറ്റാക്കിയുണ്ട് ഭയ്യ. ചേനാ സൈക്കിൾ ഇതാ നമ്മളിവിടെ തന്നെ വെച്ച് കേട്ടോ. ഒരാളും കൂടി വരാണ്ട്, മൂപ്പരും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾ കയറ്റാം. 3 ആൾ ഭക്ഷണം കഴിക്കാനുണ്ട്. ഞങ്ങൾ 3 ആളും കൂടി ഭക്ഷണം കഴിക്കണം. പിന്നെ ഞാനത് ഇതിലൂടെ അങ്ങോട്ടേക്ക് കയറട്ടെ കേട്ടോ. ലഗേജൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വെച്ചാണ്. അപ്പോൾ ഇത് സ്റ്റാറിങ് പിടിച്ചിട്ടാണ് ഞാൻ കയറുന്നത്. അപ്പോൾ ഭയ്യ ആ ഒരു സൈഡിൽ ചാവൽ ഉണ്ടാക്കുന്നുണ്ടോ. ഓക്കെ, ഞാനിവിടെ ഇരിക്കണം നോക്കങ്ങൾ. ആദ്യമായിട്ടോ ഒരു ട്രക്കിൽ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു ഭാഗ്യം. ഇത് ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ നോക്കാം. വലിയ വലിയ ലോറികളൊക്കെ പോകുന്നുണ്ട്. ഈ ഒരു കണ്ടോ ഭയ്യ മുകളിൽ നിന്ന് ഇറങ്ങി വരാം കേട്ടോ. സംഗതി എന്താ വെച്ചാൽ ഈ ഒരു ട്രക്കിൽ കംപ്ലീറ്റ് ചെയ്താണ് കേട്ടോ. പെപ്സിയാണ് എന്ന് വെച്ചാൽ മെരിയുണ്ടോ. അപ്പോൾ ഭയ്യ പറഞ്ഞോ ഇത് ഭയ്യതാ ഇങ്ങനെ ഇടയ്ക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓരോന്ന് എടുക്കലാട്ടോ. ये बोल रहा आप सवारी करने के बाद ना एक ही उधर से ना लेके आ जाएगा. ഓക്കെ, അപ്പോൾ ഞങ്ങളിതാ ചാവലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാം കേട്ടോ. ഭയ്യ ചാവലെടുക്കണ്ടേ. പിന്നെ ഇത് ഭയ്യ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ഒരു ഫിഷിൻ്റെ കറിയാണ്. ഭയ്യ വന്നപ്പോൾ തന്നെ പറഞ്ഞത് എന്താ അറിയോ, കുറച്ച് ഫിഷിൻ്റെ കറി ബാക്കിയുണ്ട്, എന്തായാലും ഇത് വന്നാൽ നന്നായി എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ 2 പ്ലേറ്റ് ഉണ്ട് ഭയ്യ എനിക്ക് കഴിക്കാൻ വേണ്ടി തന്നാട്ടോ. നല്ല ചൂട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരാൾ വെയിറ്റ് ചെയ്യണമെന്ന്. ഇതാണ്ടോ ലാലു ഭായ്. ഹായ്, കൈസേ വരിക. ഓക്കെ, മൂപ്പരെ കണ്ടിട്ട് ഒരു 4 ട്രക്കിന്റെ ഹോണറാണ്. നെയ്യെ പോലെ ആപ്കോ 4 ട്രക്കാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഇത് മൂപ്പര വണ്ടിയാണ്. ബാക്കിലൊരു വണ്ടി ഉണ്ട്, മൂപ്പരനെ ഓടിച്ചു വന്നാണ്. 2 ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബടിയ ഓ 4 ട്രക്ക മാലേ. നമ്മളിപ്പോൾ ഇതാ സൈക്കിൾ നേരെ മുകളിലേക്ക് വെക്കണ്ടോ. അപ്പോൾ ഭയ്യ അതാ ഇവിടെ കയറ് കെട്ടിയാണ്. ലാലു ഭയ്യ ഉണ്ട്. എന്തായാലും നോക്കി നോക്കട്ടെ. കുറച്ചൊരു പ്രയാസമുണ്ട്, എന്താണ് അവസ്ഥ അറിയില്ല. നോക്കട്ടെ, മുകൾക്ക് വെച്ചിട്ട് സെറ്റാക്കിയിട്ട് ഇവിടെ സൈക്കിൾ മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കട്ടോ. ലാലു ഭയ്യും ഇത് 2 ആളും കൂടി കഷ്ടപ്പെട്ട് കയറ്റണ്ടേ. ഞാനും ജസ്റ്റ് കൈ വെച്ചോട്ടെ. അവിടെ എത്തി. അവസാനം ഫൈനലി മുകളിലേക്ക് എത്തിച്ചിട്ടോ. ഞാനങ്ങനെ ലോറിൻ്റെ മുകളിലേക്ക് കയറിയതാട്ടോ. കാരണം ഈ ഒരു മരക്കൊമ്പ് ഞാനിങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ്. ലാലു ഭായി അടിയിലുണ്ട്. ഭൈ അതാ നമ്മളെ ഡ്രൈവർ ഭായി അത് കെട്ടിക്കൊണ്ടിരിക്കട്ടോ. സൈക്കിൾ ഇതേപോലെ ഭദ്രാക്കിയിട്ട് കെട്ടിയിട്ടില്ലെങ്കിൽ ഇത് ആ കയറ്റു ഇറക്കൊക്കെ വരുന്ന സമയത്ത് അത് ഇളകിയിട്ട് ഭയങ്കര പ്രശ്നം വരും. നമ്മളെ ലാലു ഭായി വന്നില്ല, ലാലു ഭായി വന്ന ഒരു ലോറി കേട്ടോ. ഇതേപോലെ വേറെ 2 കൂടി ഉണ്ട്. ഇതും മൂപ്പര് തന്നെയാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് പരിപാടി എന്താ വെച്ചാൽ ഇതേപോലെ വണ്ടി ഇവരിങ്ങനെ സൈഡാക്കിയിട്ട് ഓരോ കംപ്ലൈൻറ്റുകൾ തീർക്കൂട്ടോ. കാരണം ലോങ് ഓടുന്ന വണ്ടിയല്ല. ഇവിടെ ഭയ്യ എന്താ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ പരിപാടികൾ അവിടെ ചെയ്യട്ടെ ഭയ്യ. ഓക്കെ, അവിടെ മുറുക്കുക. അപ്പോൾ ഭയ്യ ഇവിടെ നിന്ന് വണ്ടി എടുക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മളെ ലാലു ഭയ്യൻ്റെ വണ്ടി പോയി. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിലായിട്ട് പോവാണ്. എല്ലാം ഓക്കെ ഉണ്ടോ. ഭക്ഷണം കഴിച്ചു. മൂപ്പര് ഡ്രൈവിംഗ് മോഡിലേക്ക് മാറുകയാണ്. അങ്ങനെ ഭയ്യ വണ്ടി എടുത്തു കേട്ടോ. വണ്ടി എടുത്ത് അങ്ങനെ ഭയ്യ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പമ്പ് ഉണ്ടല്ലേ നമ്മളെ HP പമ്പ്, അവിടെ ആയിരുന്നു ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത്. നല്ല ടയേർഡായി, ഗ്യാസിൻ്റെ പ്രോബ്ലം വന്നാണ്ട് ടയേർഡായി നിന്ന സമയത്ത് ഇത് മെഡിസിനൊക്കെ തന്ന ആളുകളാട്ടെ. ഈ ഒരു പമ്പ് ഒരു ബിഹാരികളെ പമ്പാണ്. ബിഹാരികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ അത്ര കയറ്റം വരുന്നില്ല കേട്ടോ. ഇനി പയ്യനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ പയ്യ കുറച്ച് കഴിഞ്ഞിട്ട് കയറ്റം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ പ്ലെയിൻ റോഡ് തന്നെ, ഫ്ലാറ്റാണ്. നിങ്ങളിവിടെ ഒരു പമ്പ് ഉണ്ട് കേട്ടോ, HP. അത് കണ്ടോ, അവിടെ നിന്ന് എണ്ണ നിറച്ചു. പയ്യ വീണ്ടും ലോറി എടുത്തു. ബാക്കിൽ നമ്മളെ ലാലു പയ്യ വരുന്നുണ്ട്. 2 ആൾ ഇവിടെ നിന്നാണ്. ഇവർ സ്ഥിരം പോകുന്ന റൂട്ടാവും. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും തേയില നിറക്കല്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഫ്യൂച്ചർ റൂട്ട് ഇതാണ് ഇങ്ങോട്ടേക്ക് ഈ അടുത്ത ഭാഗത്തേക്കാണ്. ഇതെന്താ സംഗതി മനസ്സിലായോ? പയ്യ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നമ്മളിങ്ങനെ കയറ്റം കയറാൻ തുടങ്ങിയിട്ടോ. ഇതേപോലെ പോലീസുകാർ നിൽക്കുന്ന ഏരിയകളുണ്ടാവും. ലോറിക്കാരെ കഷ്ടപ്പാടെന്ന് വെച്ചാൽ കഷ്ടപ്പാട്. ഇവർക്ക് കൈക്കൂലി കൊടുക്കണം. കൈക്കൂലി കൊടുത്തിതാ ഈ കയറ്റം ഇങ്ങനെ കയറ്റി ശിൽച്ചിറ പോവാണ്. പല ലോറികളുടെ അവസ്ഥ കേട്ടോ. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഒരു ഇറക്കം വന്നാണ്. പതുക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാനിതാ ഇവിടെ അതേപോലെ കിടക്കാണ്. ഇറക്കം വരുമ്പോൾ നിങ്ങളായിരുന്നു ലോറി നല്ല ഫാസ്റ്റിൽ ഇറങ്ങുന്നത്. പക്ഷെ പതുക്കെ ഇറങ്ങുള്ളൂ. ഇതൊക്കെ ലോറി ഇങ്ങനെ വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കയറ്റങ്ങൾ. ഭയ്യ വലിഞ്ഞ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. നല്ല
കേട്ടോ. ഇതൊക്കെ നമ്മുടെ സൈക്കിളിൽ വീണ്ടും നമ്മൾ മേഘാലയ അതേപോലെ എടുത്ത് വന്നു കഴിഞ്ഞാൽ നല്ല റിസ്ക്. ചെറിയൊരു ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. ലോറി ഇതവിടെ നിർത്തി. പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മലയിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടാവും. അതാണ് ഇവിടെ ലോറിക്കാർ കുടിക്കാനും പിന്നെ അതേപോലെ തന്നെ ഇവർ കുക്ക് ചെയ്താണ്ട് പാത്രം കഴിക്കണ്ടേ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം ഇതാണ്. പിന്നെ ഇതാണ്ടില്ലേ ഒരുപാട് ലോറിക്കാർ കാണണ്ടോ അവിടെ നിന്ന് വെയിലടിക്കണമെന്ന് കാണൂല. അവിടെയൊക്കെ വണ്ടി കഴിയുന്നുണ്ട് കേട്ടോ. ലോറിക്കാർ കുളിക്കുന്നൊക്കെ നമ്മളെ ഹാലുബയ്യുണ്ട്. പിന്നെ അതേപോലെ തന്നെ മൂപ്പര് തല മാത്രം സോപ്പ് വെച്ച് കുളിക്കുക കേട്ടോ. ഇതെന്താ വെച്ചാൽ നമ്മൾ ചായ കുടിക്കട്ടോ. ലാലുബായി ഉണ്ട്, ഇവരുണ്ട്. 3 ചായ വാങ്ങി. അപ്പോൾ ചായ കുടിക്കുകയാണ്. കാരണം നമ്മളിവിടെ പ്ലേറ്റ് എന്നൊക്കെ മോറി. ഇനിയിപ്പോൾ വണ്ടി അത്ര നിർത്താൻ സാധ്യതയില്ല. രാത്രി ചിലപ്പോൾ റണ്ണിങ് ആയിരിക്കും. നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഇതൊക്കെ നല്ല കിടിലം കയറ്റങ്ങളാട്ടോ ഇവിടെ. ഇനിയിപ്പോൾ ഇതൊക്കെ മുകളിലെന്തോ അവിടെ എന്തോ ഫ്ലൈ ഓവർ ഉണ്ടോ അച്ഛാ. ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ ഇരുട്ടായി തുടങ്ങിയിട്ടോ. വെളിച്ചം അങ്ങനെ പോയി നല്ല ഇരുട്ട് കയറി തുടങ്ങി. നല്ല തണുപ്പും വന്നു തുടങ്ങി. ഇത് നല്ലൊരു കയറ്റം ഇങ്ങനെ കയറാണ്. ഇതാണ് പുറത്തുള്ള അവസ്ഥ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഒരു ടൗണിലേക്കാട്ടോ. ഇവിടെ കുറച്ച് അത്യാവശ്യം വീടുകളുണ്ട്. നോക്കാം, ഇതുവരെ വീടുകളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആയിരുന്നു. ഇതിപ്പോൾ ഒരു ടൗണിലേക്ക് എൻ്ററായി. വീടുമുണ്ട്, ആൾപെരുമാറ്റം ഉണ്ട്. ഇതെന്താ സംഗതി അറിയാം, ഇരുട്ടാണ്, കാണണ്ടോ അറിയില്ല. അവിടെ പോലീസിൻ്റെ വണ്ടി ഉണ്ടോ, അവിടെ അവരുടെ ലൈറ്റ് കത്തുന്നുണ്ടോ. ഇവിടെ നമ്മളെ ബയ്യ ഇറങ്ങി പോയിട്ട് വീണ്ടും കൈക്കൂലി എടുക്കണ്ടോ. ഒരു ലോറി നിർത്താതെ പോയി അവർ വിസിലടിച്ചോ. ഇതന്നെ കേട്ടോ പൂണോടത്ത് മുഴുവൻ തന്നെ വരും. നമ്മളിവിടെ ഒരു പമ്പിൻ്റെ അടുത്ത് നിർത്തിയതാണ്. ഡ്രൈവർ ബയ്യും പിന്നെ ലാലുബയ്യും അങ്ങോട്ട് വന്നിരുന്നു കേട്ടോ. നമ്മളെ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാൻ. ലാലുബയ്യൻ്റെ ലോറി അവിടെ ഉണ്ട്. അപ്പോൾ ഇത് നോക്കി, ഇവിടെ ചിക്കൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ മുളക്, ഉള്ളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി, തക്കാളി ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഫ്ലേവേഴ്സ് ഉണ്ട്. ഇവിടെ ഗരം മസാല, മീറ്റ് മസാല, പിന്നെ നല്ല ഓയിലുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ചിക്കൻ കറിയും പിന്നെ അതേപോലെ തന്നെ ചാവൽ ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടോ. ഡിന്നർ സെറ്റ് ആയി. ബയ്യ ഉണ്ടാക്കിയ ഡിന്നറാണ്. പറഞ്ഞേ ഇതേ സംഗതി എന്താ വെച്ചാൽ ഇവർ രണ്ടാളും ഒരേ പ്ലേറ്റിൽ നിന്നാണ് കഴിക്കണേ. ഭയങ്കര ദോസ്തേനാ ആപ് ദോനോ ബടെ ദോസ്തേ ഇസ്ലിയെ മേ ബോല ആപ് ഏക് ബർത്തൻ സേ കാർ. അങ്ങനെ ബയ്യ വണ്ടി എടുത്തു കേട്ടോ. ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു 5 മണിയായി. ഞങ്ങളൊക്കെ എണീറ്റ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് തണുപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും എണീറ്റുകൊണ്ടിതാ ഈ ഒരു എന്താ പറയുക സ്ലീപ്പിംഗ് ബാഗിലേക്ക് തന്നെ ഞാൻ ഉള്ളിലേക്ക് കയറി നിൽക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ലോറിയിൽ നിന്ന് ആദ്യമായിട്ടാട്ടോ ഞാനൊരു ടോൾ പ്ലാസയിൽ കൂടെ പാസ് ചെയ്ത് പോണേ. ഇനിയിപ്പോൾ ഇവിടെ ക്യാഷ് കൊടുക്കേണ്ടി വരും. നമ്മൾ പോകുന്ന റോഡ് നോക്കി ഒരു സൈഡൊക്കെ നല്ല ഇങ്ങനെ മലകളുണ്ടോ, മരങ്ങൾ നിൽക്കണമൊക്കെ ഇങ്ങനെ വളഞ്ഞിറങ്ങണ തന്നെ ഒരു പരിപാടി. ഇങ്ങനെ ഇറക്കുന്നുണ്ട്. പതുക്കെ ഇറക്കാൻ പറ്റുള്ളതൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ പോകാനാണ്. ഇവിടുന്ന് കുറച്ച് ആളുകൾ കയറിട്ടോ. നമ്മളെ ഈ ഒരു സീറ്റിലേക്ക് ഇതാ കുറച്ച് ആളും കൂടി ആഡായി. ക്യാമറ ഇधर बैठो ബൈ ബൈ പോലോ. ഇവിടെ ഇറങ്ങാൻ കേട്ടോ. ഇവിടെ സുത്തിൻക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങാണ്. ബയ്യ ലിഫ്റ്റ് കൊടുത്തതിന് നല്ല ആളാണ്ടോ ബയ്യ. ഓക്കെ, ക്യാഷ് ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. ലോറി കയറി വരുന്നൊക്കെ ബയ്യ ഇവിടെ നിർത്തി കൊടുത്താ കേട്ടോ. അങ്ങനെ കറക്റ്റ് കളന്ന് മുറിച്ച് ചിലവർ കയറി വരും. ഭയങ്കര റിസ്ക് ഉണ്ടോ ഈ ഒരു ഡ്രൈവിങ്. കാരണം ഇത് ഖത്തർനാക്ക് ഏരിയ എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ പിന്നെ ഇപ്പോൾ ബയ്യ ഇപ്പം എത്ര കമ്മീഷൻ കൊടുത്താറിയോ. അവിടെ നടക്കുന്ന പക്ക ഗുണ്ടായിസ് കേട്ടോ. എന്ന് വെച്ചാൽ ബയ്യ 100 രൂപ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു, 200 രൂപ വേണമെന്ന് പറഞ്ഞു. അവിടെ കണ്ടില്ലേ ഒരു പക്ക പോലീസുകാരെന്നൊക്കെ വെച്ചാൽ പക്ക എന്താ പറയുക ഗുണ്ടായിസ്. ലോറിക്കാരൊക്കെ നിർത്തുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് നമ്മൾ ലോറി. ഇവിടെ നിർത്തിയിട്ട് നമ്മളെ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് വാഷ്റൂമൊക്കെ ഒന്ന് പോകണം. കാരണം ഇന്ന് പോയിട്ടില്ല കേട്ടോ. എനിക്ക് നല്ല യൂറിൻ പാസ് ചെയ്യാണ്ട്. എന്നാലും പോയി നോക്കട്ടെ. ബയ്യ അങ്ങോട്ട് പോയിക്കണേ. ഇതൊരു പമ്പാട്ടോ. ഇങ്ങനത്തെ ഏരിയകളേ ഉള്ളൂ. ഭയങ്കര പൊടിയാണ് ഈ ഒരു ഏരിയയിൽ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. ഇത് ഇന്നലെ ബയ്യ ഉണ്ടാക്കിയ ചിക്കൻ കറി കേട്ടോ. ബയ്യ ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. ധന്യവാദ്, താങ്ക് യു ബയ്യ മുझे दिया है ना. പിന്നെ ലാലുബയ്യ ബാക്കിൽ വരുന്നുണ്ട്. നമ്മളിവിടുന്ന് ഫ്രഷ് ആയി ഈ പമ്പിന്ന് കുറച്ച് രാവിലെ തന്നെ പോകുന്നുണ്ടോ. ഇത് ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ്. നമ്മളെ ലോറി അങ്ങനത്തെ സ്ഥലത്തിൽ കൂടെ പോകണേ നോക്കേ. നല്ല പൊടിയും കല്ലും മണ്ണൊക്കെ നിറഞ്ഞ സ്ഥലത്തിൽ കൂടെ കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ വലിഞ്ഞ് കയറാണ്. ബാക്കിൽ നിന്ന് ഒരു നമ്മളെവിടുന്ന് കടന്നു വരുന്നൊക്കെ ഇവിടെയൊക്കെ ഫോറസ്റ്റ് തന്നെയാണ്. ഇവിടുത്തെ ഈ റോഡിൻ്റെ അവസ്ഥ ഒക്കെ
ഫുള്ള് ചളി മണ്ണും പൊടിയും നിറഞ്ഞ ഏരിയ ഉണ്ട്. ഇവിടുത്തെ വീടൊക്കെ ഇതൊക്കെ കളറ് മാറിയാണ്. ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട്. മലൻ്റെ മുകളിൽ വെച്ച വെള്ളമാണത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ കയറ്റം കയറിയിട്ട് പോകുന്നുണ്ടോ? അതാണ് അവസ്ഥ. ഓ, ഇനി അങ്ങോട്ടേക്ക് ഈ ഒരു കയറ്റം കണ്ടില്ല. ലോറി ഈ ഒരു കേവ് എടുക്കണമൊക്കെ നമ്മളിവിടെ നിന്ന് വളഞ്ഞു വരാട്ടോ. ലാലുബയ്യൻ്റെ ലോറിയാണ് ബാക്കിൽ. വളഞ്ഞ് ഇങ്ങനെ കയറ്റണം. ഭയങ്കര റിസ്കി റോഡാണ് കേട്ടോ അതൊക്കെ. ഓ, ഭയങ്കര ഡേഞ്ചർ റോഡാണ്. അപ്പുറത്തേക്ക് ഒരടി തെറ്റി കഴിഞ്ഞാൽ ഇതൊക്കെ മണ്ണിൽ നിന്ന് സ്കിഡായി താഴെ പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷയില്ലാത്ത റോഡുകളാണ്. റോഡിൻ്റെ അവസ്ഥ അതാണ് കേട്ടോ. ലോറി കയറുന്നില്ല. ഓക്കെ, ഈ സൈഡിലേക്ക് വളഞ്ഞങ്ങനെ കയറണം. പോകുന്നിടത്തൊക്കെ പോലീസ് കമ്മീഷൻ പറ്റാണ്ട് കേട്ടോ. ഇതാണ്ടോ ഇവിടെ വണ്ടി ഇപ്പോൾ സ്റ്റോപ്പ് ആയതാണ്. ബയ്യ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കണ്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ആ റിവറൊക്കെ നല്ല നീല കളർ റിവർ അവിടെ കാണില്ലേ. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കുള്ളൂ. ബയ്യ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതോ കുറച്ച് കഴിഞ്ഞിട്ട്. ഈ ഒരു സ്ഥലം എങ്ങനെ ഉണ്ട്? ബ്യൂട്ടിഫുൾ അല്ലേ? നമ്മളിതാ ആ ഒരു എൻ്റെ നിന്ന് ബ്ലോക്കായി തുടങ്ങിയതാട്ടോ. ഇങ്ങനെ പതുക്കെ 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 വന്ന് ഇതാ ഇപ്പോൾ ഇവിടെ എത്തി. ഭയങ്കര ബ്ലോക്കാണ്. ഇതൊക്കെ താഴെ നല്ല നീല കളറിലെ വെള്ളമുണ്ട്. കുറച്ചൊന്ന് മങ്ങി തുടങ്ങിയിട്ട് വെള്ളം. കാരണം എത്ര ഡസ്റ്റാണ് അവർ ഇവിടെ പാറിനെ. കണ്ണിലും മൂക്കിലൊക്കെ ഡസ്റ്റ് കയറി തുടങ്ങി. ഇതെന്താണ് അവസ്ഥ നോക്കിയാൽ. റോഡ് വളരെ മോശം കേട്ടോ. ഏതോ ഒരു വണ്ടി വരുന്ന സമയത്ത് ലോറി ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള ലോറികളൊക്കെ ലൈനപ്പാണ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ രണ്ടാമത്തെ ദിവസം ലോറിയിലിട്ടോ. വേറൊന്നുമല്ല, ഇന്നലെ ഇവിടെ ആയിരുന്നു നമ്മൾ ഉറങ്ങിയത്. ഡിന്നറൊന്നും നമ്മൾ സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ ബാക്കിൽ നമ്മളെ ലാലുബയ്യൻ്റെ ലോറി ചെറുതായിട്ടൊന്ന് ടയറിന് പണിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ടയറിൻ്റെ ഇതാ ഈ ഒരു താഴ്ഭാഗത്ത് മുറുക്കലാണ്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇതാ ഈ ഒരു ഷോപ്പിലേക്ക് വന്ന കേട്ടോ. ധന്യവാദ ശുക്രിയ. ഓക്കെ, നമ്മൾ 3 ചായ വാങ്ങുന്നുണ്ട്. Day 3 ഇൻ ട്രക്ക് കേട്ടോ. ഇതന്നെയാണ് അവസ്ഥ. റോഡിൻ്റെ അവസ്ഥ ഒക്കെ ഭയങ്കര റിസ്ക്കാണ്. ഇങ്ങനെ സൈഡിലൂടെ പയ്യെ കൊണ്ടുപോകണ്ടോ. നമുക്ക് ഭയങ്കര റിസ്ക്കാണ്. ഇനിയിപ്പോൾ നമ്മളെ ഈ വലത്തോട്ടേക്ക് റോഡ് ഇങ്ങനെ ചെരിഞ്ഞ് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തൊക്കെ ഒരു കൈ ഗിയർമേലും ഒരു കൈ സ്റ്റെയറിംഗ് മേലും നമുക്ക് വളക്കുന്നുണ്ടാവും. ഈ ഒരു വളവാണ് ഇപ്പോൾ പയ്യെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ഥലം കണ്ട മണ്ണ് ഇടിഞ്ഞ് വീണ കേട്ടോ. ഇതിലൂടെ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ലോറിൻ്റെ ടയറൊക്കെ നോക്കി കാലിയായിക്കണ്ടോ ഈ ഒരു ഏരിയ ഒക്കെ. മുന്നിൽ പോകുന്ന ലോറികളുണ്ടാവും. ഏതെങ്കിലും ഒരു ലോറി മുന്നിൽ ബ്രേക്ക് ഡൗൺ ആവുക അല്ലെങ്കിൽ പതുക്കായി കഴിഞ്ഞാൽ ബാക്കിൽ ലോറികളൊക്കെ ഇതേപോലെ ബ്ലോക്ക് ആവട്ടോ. ബാക്കിൽ കുറച്ച് ലോറികളുണ്ട്. അതൊക്കെ ഇതാണ് അവസ്ഥ. ലോറിന് ഓവർടേക്ക് ചെയ്യാനുണ്ടോ? ഇതാ ഇതുപോലത്തെ ലോറികൾ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോകൽ ബുദ്ധിമുട്ടാട്ടോ. ഇത് എപ്പോഴോ ബ്രേക്ക് ഡൗൺ ആയതാണ്. നിങ്ങൾ അവിടെ നിന്ന് വണ്ടി വരുന്നത് കണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മളെ സൈഡ് ഇതാണ്. പക്ഷേ നമുക്ക് പോകുന്ന സൗകര്യം അനുസരിച്ച് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൈഡ് എടുത്തിട്ട് പരസ്പരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാക്ക് മാറിയിട്ട് പോട്ടോ. ഇവിടെയൊക്കെ പക്ക പൊടിയാണ്. ഇതൊക്കെ ഈ ഒരു ഡേഞ്ചർ ഏരിയ ഉണ്ടത്. ഇവിടെ നിന്നൊക്കെ മണ്ണ് ഇടിഞ്ഞ് വീഴും. മണ്ണ് ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അറിയാലോ, ഒന്നും പറയാനില്ല. നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്ത സ്ഥലത്തിൽ കൂടെ കേട്ടോ പാവാണ് ഈ ലോറി ഡ്രൈവേഴ്സൊക്കെ പോകുന്നത്. ഇപ്പോൾ ഏകദേശം സമയം 12 മണിയാവാനായി. ഇതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞിറങ്ങാൻ കേട്ടോ. കല്ലൊക്കെ വന്ന് ആ ഒരു ടാക്സിക്കാരെടുത്ത് അവിടുന്ന് കല്ല് ഒഴിവാക്കിയതാണ്. നമ്മളിവിടെ ഒരു ടോൾ പ്ലാസയിൽ നിർത്തിയതാട്ടോ. ഈ ഒരു ചെക്ക് പോസ്റ്റിൽ പോലീസ് വന്ന് ചെക്ക് ചെയ്തു ഇതിലെന്താണെന്നുള്ളത്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എന്നുവെച്ചാൽ ഇവരിത് ചെക്ക് ചെയ്ത് വലിച്ചിട്ട് പോകും. എൻ്റെ വീണ്ടും ഇത് ഇവരെ തന്നെ കെട്ടണം കേട്ടോ. ഇതാണ് അവസ്ഥ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക കേട്ടോ. ഇവിടെ നമ്മളെ ഗുണ്ടുപയ്യ, ലാലുപയ്യ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ റൊട്ടി ഉണ്ട്. ഏക്കാത്ത തടുക്ക. ഇത് കഴിക്കണം. ഇത് കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഇത് ആസാം എത്തിയതാണല്ലേ. അവിടെ ആസാം എഴുതിയാണ്. ബോർഡർ എത്തി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഏകദേശം നമ്മൾ ടാറ്റ ബൈ ബൈ പറയാനായി. നമ്മളെ ലോറി ഇത് അവിടെ ഉണ്ട്. ലാലുബൈൻ്റെ ലോറി തൊട്ട് ബാക്കിലുണ്ട്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പോൾ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കണം. ഹൗലുണ്ട് ഇവിടെ, സോപ്പുണ്ട്, മുണ്ടുണ്ട്. അതിൻ്റെ മുന്നേ ഒന്ന് ബാത്റൂം പോകണ്ടോ. ലാട്രിൻ ഉണ്ട്, കുറച്ച് ബാഡ് ലാട്രിൻ ആണ്. നമ്മൾ ഈ രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. 2 പയ്യന്മാരും ആ പ്ലേറ്റൊന്നും ഞാനിതാ ഇവിടെ നിന്ന് കഴിച്ചു. ഞങ്ങളെന്തായാലും കഴിച്ചു കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും ഉറക്കം. ഇതൊരു ഇന്ത്യൻ ഓയിലാണ്. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായി. നമ്മുടെ സൈക്കിൾ ഇതാ ഇവിടെ
ഒരുപാട് ഹാപ്പി. കുന്നും മലയൊക്കെ താണ്ടി നമ്മൾ അവസാനം വീണ്ടും ആസാം ബോർഡറിലേക്ക് തന്നെ എത്തി. എന്നെ ലാലൂബൈയും പിന്നെ അതേപോലെ തന്നെ ഗുണ്ടുബൈയും ഇവിടെ ഇറക്കിയിട്ട് പോയിട്ടോ. ഇത് ലോറിക്കാർ നിർത്തുന്ന ഹബ്ബാണ്. പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ട് ബോർഡറിന് മുന്നായിട്ട് അവർ നിർത്തി പെട്രോൾ അടിച്ച് പോകുന്നൊരു സ്ഥലം. അപ്പോൾ ഞാൻ എൻ്റെ ഫോണൊക്കെ ഇവിടെ ചാർജിങ്ങിൽ വെച്ചുകാണ്. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് ബദർപൂർ കരീംഗഞ്ച് വഴി ത്രിപുരേൻ്റെ ബോർഡറിലേക്ക് എൻ്ററായി കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരണം. അപ്പോൾ ഏതായാലും ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. ടിക്കറ്റ് ഓക്സിൻ്റെ മറ്റൊരു നല്ല എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടെ തൽക്കാലം ഗുഡ് ബൈ.